السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ സൂറത്ത് യാസീനിൽ 50-ാമത്തെ ആയത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ്. സത്യനിഷേധികൾക്ക് അവരുടെ അഹങ്കാരത്തിന്റെ വർത്തമാനത്തിന്, പ്രതികരണത്തിന് തിരിച്ചു കൊടുക്കുന്ന മറുപടി, അതാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരെ പാഠം പഠിപ്പിക്കാൻ, അവർ പറഞ്ഞതിന് പ്രതികാരമായി അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് മറുപടിയായിക്കൊണ്ട് അവരിലേക്ക് നൽകാൻ, കൊടുക്കാൻ ഒരേ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ലോകാവസാനം അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ അല്ലെങ്കിൽ മരണം അവരിലേക്ക് ഇട്ടുകൊണ്ടാണ്. ഖിയാമത്ത് നാൾ വരുമ്പോ അവർ ഓരോരുത്തരും മനസ്സിലാക്കും, ഇതുവരെ പറഞ്ഞതൊക്കെയും സത്യമാണ്. സൈഹത്തൻ വാഹിദ, ഒരൊറ്റ ശബ്ദം, ഒരു വലിയ ഉദ്ഘോഷം അവരിലേക്ക് അല്ലാഹു തആല അയച്ചുകൊണ്ട് അവരെ പാഠം പഠിപ്പിക്കും. ആ ഖിയാമത്ത് നാളങ്ങ് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം മർജിഊൻ, അവരുടെ വസിയത്തുകൾ, ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ പറഞ്ഞേൽപ്പിക്കാനോ വസിയത്തുകളോ ഒന്നിനും ഒരു സമയവും ഉണ്ടാകില്ല. അവരുടെ കമ്പോളങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് ഭാര്യ, മക്കളെ അല്ലെങ്കിൽ കുടുംബത്തെ, വേണ്ടപ്പെട്ടവരെ ഒന്ന് സന്ദർശിക്കാനോ അവരുമായി സല്ലപിക്കാനോ അവരോട് യാത്ര പറയാനോ ഒന്നും ഒരു സമയം കിട്ടില്ല. അങ്ങനെയൊരു വലിയ അട്ടഹാസം മുഴക്കിക്കൊണ്ട്, വലിയ ശബ്ദം മുഴക്കിക്കൊണ്ട് ലോകാവസാനം സംഭവിച്ച് അവരെ ഓരോരുത്തരെയും ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം മർജിഊൻ എന്ന ആയത്ത് ഓതുമ്പോ ഈ ലോകാവസാനം ഖിയാമത്ത് നാൾ, അത് നമ്മൾ മൊത്തത്തിൽ ലോകത്തിനൊരു ലോകാവസാനമുണ്ട്, ഖിയാമത്ത് നാളുണ്ട്. വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഒരു ഖിയാമത്ത് നാളുണ്ട്. അത് നമ്മുടെ മരണസമയമാണ്. വല്ലാത്തൊരു പെട്ടെന്നുള്ളൊരു വരവായിരിക്കും. അതിന് സമയമെന്നോ സന്ദർഭമെന്നോ സാഹചര്യങ്ങളെന്നോ ഏത് മേഖലയാണെന്നോ ഏത് സ്ഥലമെന്നോ ഏത് പരിധിയെന്നോ ഒന്നും നോക്കാതെ മലക്കസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ കൽപ്പന പ്രകാരം നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് റൂഹ് പിടിക്കുമ്പോ, നമ്മൾ വീട്ടിലല്ല, കമ്പോളത്തിലാണ്, ചന്തയിലാണ്, അല്ലെങ്കിൽ പട്ടണത്തിലാണ്, നമ്മൾ കവലയിലാണ്. അവനൊന്ന് വീട്ടിലേക്ക് ചെന്നവന്റെ ഭാര്യയും മക്കളെയും ഒത്തൊന്ന് സല്ലപിക്കട്ടെ, അവൻ യാത്ര പറയട്ടെ എന്ന് അസ്റായീൽ കരുതില്ല. അതിന്റെ പെർമിഷൻ എപ്പോഴാണോ കിട്ടിയത് ആ സമയത്ത് തന്നെ, ആ സ്പോട്ടിൽ തന്നെ ഒന്ന് റൂഹ് പിടിച്ചു കൊണ്ടുപോകും. കുടുംബത്തിലേക്ക് മടങ്ങാൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടിയുള്ള മരണം നമുക്ക് പ്രദാനിക്കുമാറാകട്ടെ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവിടുന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കവിത ശകലങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം. തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവിടുന്ന് പറഞ്ഞു വെക്കുന്നത്, തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി, നീ ദുനിയാവിന്റെ ഉപരിതലത്തിൽ ജീവിക്കുമ്പോ നീ ജീവിക്കേണ്ടത് അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടുകൂടി, അങ്ങേയറ്റത്തെ ജീവിത ചിട്ടയോടുകൂടി നീ ജീവിക്കേണ്ടതുണ്ട്. കാരണം ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി,
രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ പ്രഭാതം വരെ, രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ പ്രഭാതം വരെ, നേരം വെളുക്കുന്നതുവരെ, സൂര്യൻ ഉദിക്കുന്നതുവരെ നീ ജീവിച്ചിരിക്കുമോ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നേരം ഇരുട്ടി കടന്നു കഴിഞ്ഞാൽ നേരം വെളുക്കുമോ എന്ന് നിനക്കറിയില്ല. നേരം വെളുത്തു കഴിഞ്ഞാൽ നേരം ഇരുട്ടിക്കുമോ എന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് നിന്റെ ഓരോ സെക്കൻഡും പാരത്രിക ജീവിതത്തിന്റെ ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിന്റെ ചിന്തയും നിന്റെ പ്രവർത്തനവും നിന്റെ ബന്ധപ്പെടലുകളും നിന്റെ ഇടപാടുകളും നിന്റെ കച്ചവടങ്ങളും നിന്റെ കുടുംബജീവിതങ്ങളും തസവ്വദു മിനത്ത് തഖ്വ, അത് തഖ്വ നിറഞ്ഞുള്ളതാകണം. അത് തന്നെയാണ് ഖുർആൻ മോദി വെക്കുന്നത്. ഉമ്മദ്ദഹ്റു ഇല്ലാ ലഹ്കത്തും വമനിയത്തുൻ തമുറു ബിനാ കരീഹി വഹിയ തുളിഫു ഫകം റാഹിലിൻ വൽ ബൈതു യഗ്സബു അഹ്ലഹു വലം യസ്തതിഅ റദ്ദൻ വലാ യതലത്തഫു. എത്രയോ ആളുകളാണ്, എത്രയോ യാത്ര ചെയ്ത ആളുകളാണ് വൽ ബൈതു യഗ്സബു അഹ്ലഹു, അവരെ വീട്ടിലേക്ക് മടങ്ങാനൊന്നു കൊതിച്ചത്. വീട്ടിൽ നിന്ന് യാത്ര ചൊല്ലിപ്പോയി, സലാം പറഞ്ഞു പോയി, ഭാര്യയ്ക്കും മക്കൾക്കും ചുടുചുംബനങ്ങൾ നൽകി യാത്ര ചെയ്ത് അന്യനാട്ടിലേക്ക് യാത്ര ചെയ്ത എത്രയോ ആളുകളാണ്. കച്ചവടാർത്ഥം, ആരാധനയാർത്ഥം, നാട് സഞ്ചരിക്കുന്നതാർത്ഥം ഒരുപാട് യാത്രകൾ ചെയ്യുന്നവർ വീട്ടിൽ നിന്നും മടങ്ങിപ്പോയി. അവരോരോരുത്തരും അവരെ വീട്ടിലേക്ക് മടങ്ങി വരാൻ കൊതിച്ചു പോയിരുന്നു. വലം യസ്തതിഅ റദ്ദൻ വലാ യതലത്തഫു, ആ വിധി അവർക്ക് തടുക്കാനോ, അവരിലേക്ക് മരണം കടന്നു വന്നു, അവരുടെ അവധി കടന്നു വന്നു, വീട്ടിലേക്കൊന്നു മടങ്ങി വരാനോ, മക്കളെ കാണാനോ, അവരാവശ്യങ്ങൾ പൂർത്തീകരിക്കാനോ, വസിയ്യത്തേൽപ്പിച്ചു കൊടുക്കാനോ ഒരൽപ്പം പോലും സമയം അവർക്ക് അല്ലാഹു തആല നീട്ടിക്കൊടുത്തില്ല. സമയം നീട്ടി ചോദിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അതാണ് വലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഒന്നിനും ഒരവസരം ഉണ്ടാകില്ല. അങ്ങനെ ഒരു സമയം എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്കോരോരുത്തർക്കും കടന്നു വരാനുണ്ട്. ആ ഒരു സമയം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമുണ്ട്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പോലും നമുക്ക് സമയമുണ്ടാകില്ല. അങ്ങനെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെയാകണം. സുഹൃതത്തിലും സന്തോഷത്തിലും അല്ലാഹ് ഇഷ്ടപ്പെട്ട രീതിയിലുമായെങ്കിൽ മാത്രമാണ് റൂഹ് പിടിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുള്ളൂ. അല്ലാഹു തആല വിഭാഗത്തിൽ നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റജബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നന്മയായ അല്ലെങ്കിൽ ഖൈറായ മരണം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി